ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ അട ഉണ്ടാക്കാനാണ് പോകണം കേട്ടോ. ഒരു ചെറിയ അടയല്ല, അട ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇതിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അട ഉണ്ടാക്കണ ഓരോ വിശേഷങ്ങളൊക്കെ കാണാം. കുട്ടിക്കിപ്പോൾ ചെറിയ ചെരുപ്പൊക്കെ മേടിച്ചുകൊണ്ട് എന്താ പെറുക്കണേ ഇപ്പോൾ നടക്കാനൊക്കെ കുട്ടി ആ സൗണ്ട് കേട്ടിട്ട് പി സൗണ്ട് കേട്ടിട്ടൊക്കെ കുട്ടി നടക്കുക. എന്തത് കല്ലോ? നീക്ക് നടക്ക് നീക്ക് നടക്ക് വാ നടക്ക്. അപ്പോൾ എന്തായാലും പൈപ്പിൽ കുറേ ദിവസമായി വെള്ളം വന്നിട്ട്, എനിക്കൊരു 10-15-14 അതൊക്കെ ദിവസമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം വന്നിട്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഒരു 5-6 കുട ഇപ്പോൾ കൊടുന്നു. 5-6 കുടല്ല, കുറച്ച് ഒരു 10 കുട കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നടന്ന് ഇന്ന് ഏറ്റിക്കൊണ്ടിരണം. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു അട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ മീൻകറി ഉണ്ട് ഇവിടെ. എനിക്കൊരു തോന്നൽ ഇന്നിപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായത് ചപ്പാത്തി അല്ലേ. ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയാലോ പറഞ്ഞു. ഇതെവിടെ വെക്കുന്നുണ്ട്? അപ്പൊ അമ്മ പറഞ്ഞു ഈ എന്താ ചെയ്തോന്ന് പറഞ്ഞു. അമ്മയ്ക്കാണെങ്കിൽ ഭൂരി വേണത്രേ. എന്നാ ഭൂരി ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ചപ്പാത്തിയും ഭൂരി കൂടി ഉണ്ടാക്കാ പറഞ്ഞു. അതില് ഇപ്പൊ കുളിച്ച് വന്നുള്ളൂ. ഞാൻ മുടിയിൽ എണ്ണൊന്നും അധികം തേക്കാറില്ല, അതാണ് മുടി ഇങ്ങനെ കറപറാന്നിരിക്കും. അമ്മ പറഞ്ഞു ഭൂരി ഉണ്ടാക്കണം. അപ്പൊ ഇവള് പറഞ്ഞു അട ഉണ്ടാക്കിയാലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇവൾക്ക് അടയും എനിക്ക് ചപ്പാത്തി അമ്മയ്ക്ക് ഭൂരി 3 ഉണ്ടാക്കിയാലോ പറഞ്ഞു. അപ്പൊ 3 ഉണ്ടാക്കുക ഭയങ്കര ഇതാണ്, സമയം പിന്നെ ഒക്കെ പാടെ ഭയങ്കര പണിയാണ്. അപ്പൊ പിന്നെ ലാസ്റ്റ് അടയില് അങ്ങോട്ട് ഒതുക്കി. ഇവൾക്ക് അട മതി ഇത്ര. അപ്പൊ എനിക്കട മതിയായിട്ടല്ല, എനിക്ക് ചപ്പാത്തി വലിയ പിടുത്തമില്ല. ഇതാണെങ്കിൽ അമ്മ ചപ്പാത്തി വലിയ പിടുത്തല്ലേ പറഞ്ഞ. ചപ്പാത്തി വലിയ ഇവൾക്ക് ഇഷ്ടല്ല. എനിക്ക് പിന്നെ ഞാൻ എല്ലാം കഴിക്കട്ടോ. അമ്മയുടെ കാര്യം അമ്മയ്ക്ക് പിന്നെ ചപ്പാത്തി പറ്റില്ല. അമ്മയ്ക്ക് ഷുഗറും BP ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഷുഗറും BP ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഇതെന്താ നിങ്ങൾ നിരത്തി വെച്ചെന്ന്? ചെറിയ വലിയ ഇല എടുത്തോ? അപ്പൊ ഇല ഞാൻ ഉപ്പലയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഉപ്പല എന്ന് പറഞ്ഞ വട്ടയിലല്ലേ, വട്ടയില പന്തലിട്ട് വട്ടയില അതിലുണ്ടാക്കാന്ന് വിചാരിച്ച്. പിന്നെ അത് അയൽവക്കത്ത് പോയിട്ട് ഇവിടെ വാഴയില്ല. ഇവിടെ ഉള്ള വാഴയൊക്കെ ആടും പശുവൊക്കെ തിന്ന് പോവാ. അപ്പൊ വാഴ ഉണ്ടാക്കണില്ല, കൃഷി ഉണ്ടാക്കണില്ല. കൃഷി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അത് ആടും പശുവൊക്കെ തിന്നു. കൊരങ്ങ് അതിലേറെ കേട്ടോ. ഇപ്പൊ ആടും പശുവൊന്നും അധികം ഇറങ്ങണില്ല. ഇപ്പൊ കൊരങ്ങന്മാരാണ് ഇവിടെ നിറച്ച് കൊരങ്ങന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് കൃഷി വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ച് വഴുതനങ്ങ ഇതെല്ലാം എന്തിനു വെക്കാന്നാണ് ഞാൻ നിങ്ങളുടെ പരത്തട്ടെന്നാ. അതിലിങ്ങനെ വതർട്ടെ. ഒന്നും വതറേണ്ട ആവശ്യമില്ല. ഇതിലൊന്നും വതറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതില് എന്താ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തിറക്കുകയാണ്. ഇത് കാണുമ്പോ വായുവെള്ളം വരുന്നുണ്ട്. കഴിക്കരുത്. അവസാനം ഇത് ഉണ്ടാക്കി എടുക്കുമ്പോഴേ പരത്തി കഴിയുമ്പോഴത്തേക്ക് അതിൽ കാണത്തില്ല.
അല്ല മധുരമില്ല. അപ്പൊ എന്നാ ഇങ്ങോട്ട് കാട്ടി കുറച്ച് കാട്ടി അതൊരു വെതർട്ടേ അന്നേരം എല്ലാത്തിലും തികയത്തില്ല. തികയും ഞാൻ കുറച്ച വെതറ അങ്ങനെ വെതറല്ലായിരുന്നു. അതന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കാം. ഇതൊന്ന് കാണിച്ചു. എല്ലാം കൂടെ ഒരുമിച്ചാക്കിയാല്. അപ്പൊ എന്താ വഴുതനങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. വളക് മാത്രം എടുക്കണില്ല, ചീനി വളക് ഉണ്ട് കുറേശ്ശെ, അത് മാത്രം എടുക്കണില്ല. ഇങ്ങനെ ഇത്രയൊക്കെ വേണോ? തകയോ? ഞാൻ പിന്നെ എന്തുണ്ടാക്കിയാലും തകയോ തകയോ. ഞാൻ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പരത്ത് ചെയ്യാട്ടോ. അയ്യോ അങ്ങനെ ഇരണ്ടാ. ഇതിനൊക്കെ വെച്ച മടക്കാനുള്ളേ ഇതിനൊക്കെ ആക്കി വെച്ചാൽ അപ്പൊ സെന്ററിൽ മാത്രമല്ലേ ആവുള്ളൂ, ഇല്ലാതെ മൊത്തത്തിൽ ആയിക്കോളും. ണെങ്കിൽ നല്ല മധുരമാണ്. കുറച്ച് മധുരം മതി അമ്മയ്ക്കൂടെ കഴിക്കാൻ പറയുമ്പോലെ അമ്മയ്ക്കും കൂടി. അത് ശർക്കര ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബിപിയും ഷുഗറൊക്കെ അതിൽ കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ മടക്കുക കേട്ടോ. നിങ്ങൾ മടക്കണ്ട, അവിടെ വെച്ചേക്ക്, ഞാൻ ശരിയാക്കി മടക്കി എടുത്തോളാം. അപ്പൊ പിന്നെ ഇങ്ങനെ കിട്ടാൻ പോയാ മതി. ചായക്ക് പിന്നെ ഇങ്ങനെ മിക്സ് ആക്കിട്ട് കഴിച്ചാലും മതി. ഇതോ തേങ്ങയും ശർക്കരയും, തേങ്ങയും ശർക്കരയും അവിലും അരി വറുത്തത് ഒക്കെ പാടെ മിക്സ് ആയിട്ട് കഴിക്കാൻ എന്താ രസം എന്നറിയോ? ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ അമ്മ അരി വറുത്തിട്ടുണ്ടാവും. അതില് അരി വറുത്തത് അവിലും അരി വെള്ളം പഞ്ചസാര വെള്ളം ഇട്ടിട്ട് നമുക്ക് ഇതായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് കുട്ടിക്കാലത്തൊക്കെ ഇപ്പൊ ഞാനും അനിയത്തൊക്കെ 4 മണിക്ക് വിട്ട് വന്ന ഞങ്ങള് അങ്ങനെ അതാ കഴിക്കുക. അവില് നനച്ചത് പറഞ്ഞാൽ അവിലും ഉണ്ടാവും അതില്, പിന്നെ അരി വറുത്തത് ഉണ്ടാവും, പിന്നെ വെള്ളം പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം കുടയും, എന്നിട്ട് അത് മിക്സ് ചെയ്യും അമ്മ 4 മണിക്ക്. ഇപ്പോഴൊന്നല്ല, എത്ര വർഷമായി, ഒരു 5-ലും 6-ലൊക്കെ 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോ കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് കാണുമ്പോ അത് ഓർമ്മ വരികയാണ്. പിന്നെ അതേപോലെ ഞങ്ങള് കുറച്ച് ദിവസം പറയണേ കുറെ ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്, നല്ല രസമാണ് പറയാൻ. ഞങ്ങള് 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോ എന്റെ അനിയത്തി 2-ാം ക്ലാസ്സിലും ഞാന് 4-ാം ക്ലാസ്സിലും പഠിക്കുമ്പോ നമ്മുടെ വീട്ടിലാണ് പഠിച്ചത്. ഞാൻ 4-5 നമ്മുടെ വീട്ടിലാണ് പഠിച്ചത്. അതേപോലെ 4-5 നമ്മുടെ വീട്ടിലാണ് പഠിച്ചത്. പിന്നെ 6-7 ഇവിടെയാണ് പഠിച്ചത്. 6, 7, 8, 9, 10 ഒക്കെ ഇവിടെയാണ് പഠിച്ചത്, നമ്മുടെ നാട്ടിലാണ് പഠിച്ചത്. 1, 2, 3, 4 നമ്മുടെ നാട്ടിലാണ് പഠിച്ചത്. അപ്പൊ 1, 2, 3, 4 നമ്മുടെ നാട്ടിലാണ് പഠിച്ചത്. പിന്നെ 4, 5, 6 നമ്മുടെ വീട്ടിലാണ് പഠിച്ചത്. 5, 6 കേട്ടോ, സോറി, 5, 6 പഠിച്ചത്. അവിടെയൊക്കെ അച്ഛൻ പണിക്ക് വൈകുന്നേരത്ത് ഇന്നെ ഇടാൻ സമ്മതിക്കാണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കണത്. കാരണം അവൾക്ക് അവളാവുമ്പോ അതിന്റെ സ്റ്റൈലില് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കിൽ ചെയ്തത്. നമ്മളാവുമ്പോ ഇങ്ങനെ നമ്മുടെ ടെക്നിക്ക് ഇതാണ്. അത്തപ്പൂക്കൾ ഇട്ട് വെച്ചത് ഇതെന്താ അവിടെ വെക്കുക, തികയാതെ വരും നിങ്ങൾ അത്തപ്പൂക്കൾ ഇട്ട് തുടങ്ങി, പിന്നെ വീണ്ടും ഉണ്ടാക്കും. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യണെന്ന് അറിയോ? ആട്ടപ്പൊടി അല്ലേ ഇത്? ആട്ടപ്പൊടി അല്ലേ? ആട്ടപ്പൊടി. അതില് എന്തൊക്കെ ചേർത്തണ്? ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഉപ്പ് ഒഴിച്ചു. അതല്ല ഇതിപ്പോ നിരന്ന കിട്ടുന്നത്. ഒരാളും കൂടി സദ്യ പോലെ ഇരുന്നാ മതി, നിരന്നെ കഴിക്കാം. ഏതാ? അപ്പൊ വെള്ളം, പിന്നെ ഗോതമ്പാട്ടി റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. അതേപോലെ പാകത്തിന് ഉപ്പും അത് ചേർത്തിട്ട് ഒരു വിധത്തിൽ കുഴച്ചേർക്കാണ്. ആ വിധത്തിൽ കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ. ഇതിങ്ങനെ കഴിച്ച് തൊട്ട് നോക്കുമ്പോ ഉപ്പുണ്ടോന്ന് അറിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കര, ഒരു തേങ്ങ എടുത്തിട്ട് തോന്നുന്നു, ഒരു തേങ്ങ, പിന്നെ ശർക്കര എത്ര മധുരം അടിച്ചാൽ അത്രയും മധുരത്തിന്, എത്ര മധുരം വെച്ചാൽ അത്ര പാകത്തിന് ശർക്കര എടുക്കുക. അപ്പൊ അത്ര എടുത്തിട്ട് അതേപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അമർത്തുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ മുന്നേ ചെയ്യാൻ വെള്ളം തൊട്ട് കയ്യില് വെള്ളം നനച്ചിട്ട് മാവ് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ
പരത്തിയെടുത്താൽ മതി, പെട്ടെന്നായിക്കോളും. കനം കുറച്ച് കിട്ടും. അപ്പൊ ഞങ്ങള് വറകിന് പോയുള്ളൂ. വറകിന് പോയിട്ട് ഞാൻ വറകുണ്ടാക്കി ഇത് അവിടെ ഉമ്മർത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കൂടി പോയിട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൂടി പോയി, ഞാനും വൈഫ് കൂടി പോയി വറകുണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തു നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് വരുന്നില്ലേ, വർത്താനം പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളെങ്ങനെ മുന്നേ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങള് അമ്മ ഇങ്ങനെ അരി ഗോതമ്പ് പൊടി അതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് തെളിക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഈ ശർക്കരയും കൂടി ചിരകില്ല, മിക്സ് ആക്കില്ല. ഒരു ലേശം ശർക്കരയും അതിലിടും. അത് കഴിഞ്ഞിട്ട് ലേശം എന്താ തേങ്ങ അതിലിടും. അങ്ങനെ അമ്മ ചെയ്യാറ്. പക്ഷെ ഇവിടെ ചെയ്യണത് പറഞ്ഞാൽ മിക്സ് ആക്കുക ചെയ്യണം, ഒക്കെപ്പാടെ മിക്സ് ആക്കുക. അല്ലാതെ അതന്നെ ഒരുവിധം നല്ലത്. പക്ഷെ എന്താ വെച്ചാൽ ഒന്നില് കൂടുതൽ ഒന്നില് കുറവും ഉണ്ടാവില്ലല്ലോ. ഇനി നാട്ടിലത്തെ നമ്മുടെ വീട്ടിലത്തെ കാര്യം പറയാം. ഞങ്ങൾ അവിടെ പഠിക്കുമ്പോ വൈകുന്നേരത്ത് ഞങ്ങൾ സിനിമയ്ക്ക് ഇങ്ങനെ പോകും. അച്ഛൻ പണി മാറ്റി വന്ന് അമ്മോട് പറയും വന്നിട്ട്, ഈ ഇന്ന് ഇങ്ങനത്തെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ, അവിടേക്ക് പോവാ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ നമ്മളവിടെ രണ്ട് അതന്നെ ഞാൻ പറഞ്ഞു, ഒരു പരത്തണം പറഞ്ഞല്ലോ. അങ്ങനെ ആവില്ല അച്ചു, അത് ആവില്ല. അതാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. ഇനി അത് ഒക്കെ എടുക്ക്. അന്നേരം അവിടെ ഒക്കെ വാരി ഇട്ടായിരിക്കും. അത് ഞാൻ അറിഞ്ഞില്ലേ, ഇപ്പുറത്ത് കൊണ്ടിട്ടല്ല ഞാൻ എടുത്തോണ്ടെന്ന്. അതിന്റെ ഇടയിൽ കൂടെ അത് പിടിക്കാൻ വരും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുട്ടിയുടെ പിന്നാലെ നടക്കണണ്ട, അല്ലെങ്കിൽ വികൃതി അടിച്ചിട്ടേ. പാട്ട് പാടിക്ക. എവിടെ റിമോട്ട് ഒക്കെ കേടുവരും. എന്താ അത്? കളഞ്ഞോണ്ണി, അത് കളഞ്ഞ പുറത്തേക്ക് കളയി. എവിടെ നോക്കട്ടെ. ഒന്നുമില്ല. മുട്ട അടിച്ചു കണ്ട, ഞങ്ങള് വേണ്ട മുട്ട അടിച്ചു. അപ്പൊ മുട്ടക്കുട്ടി കണ്ടോ, മുട്ടക്കുട്ടി. ഇന്ന് ഉറങ്ങുമ്പോ കണ്ണെഴുതണം എന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അട റെഡി ആയിട്ടുണ്ട്. അത് ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ പകൽ തൊട്ട് രാത്രി വരെയുള്ള ബ്ലോഗാണ് കേട്ടോ. നമ്മ അവിടെ സീരിയലൊക്കെ കാണുന്നുണ്ട് വീട്ടുകാരൊക്കെ. നമ്മൾ പിന്നെ സീരിയലൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് അധികം പോകും, തരണുള്ളൂ.